ോട്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം എടുക്കേണ്ടത്. ഇത് ഇതുപോലെ 3 4 ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇത് നേരിടണം, എങ്കിലേ നമുക്കിത് നല്ലതായിട്ട് ഉടച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ എടുക്കാൻ നല്ലതായിട്ട് കൈകൊണ്ട് ഞെരടി ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. ഞാൻ അത് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 ടീസ്പൂൺ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവ വറുത്ത പൊടിച്ച പൊടിയാണ്, ഒന്ന് ചതക്കിയെടുത്ത കുരുമുളക്, 1/2 സ്പൂണോളം കായപ്പൊടി, ഒരു ചെറുനാരങ്ങൻ്റെ അത്രയ്ക്ക് പുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലപോലെ പിഴിഞ്ഞ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ തുടക്കം തൊട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. തക്കാളി ഒരു 2 തക്കാളി എടുത്ത് നല്ലപോലെ പിഴിഞ്ഞെടുത്തു. എന്നിട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ടു, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി ചതച്ചത് 1 സ്പൂൺ ഇട്ടു, 5-6 വെളുത്തുള്ളി ചതച്ചിട്ടിട്ടു, പിന്നെ 1/4 സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ടു, പിന്നെ 1/4 സ്പൂൺ ഉലുവ ഇട്ടു, കായപ്പൊടി ഇട്ടു. ഇനി പുളിയും കൂടി ഞങ്ങൾക്ക് പിഴിഞ്ഞ് ഒഴിക്കാം. ഞാൻ ഇങ്ങനെ അരിച്ചാണ് ഒഴിക്കുന്നത്. ഈ സമയത്ത് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്ര മതിയാവും, എനിക്ക് ഇത്ര മതിയാവും. അപ്പോൾ കൂടുതൽ പേരുണ്ടെങ്കിൽ കൂടുതൽ അളവ് കൂട്ടാം കേട്ടോ. ഇനി ഈ സമയത്ത് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഓൺ ചെയ്ത് തിളയ്ക്കാൻ വയ്ക്കാം. ഇത് ഒരു 3 മിനിറ്റ് നല്ലപോലെ തിളയ്ക്കട്ടെ. ഞങ്ങളുടെ രസം നല്ലപോലെ തിളച്ച് തക്കാളിയെല്ലാം വെന്തു. ഇനി ഇതിന് ഉപ്പെല്ലാം പാകത്തിനുണ്ട് നോക്കാം. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇനി ഇതിന് കടുക് താളിച്ചിട്ട് കൊടുക്കുക. ഈ സമയത്ത് ശകലം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പാത്രം ചൂടായി, എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുക. ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഈ രസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എത്ര രസം വെക്കാൻ അറിയാത്തവർക്കും എളുപ്പത്തിൽ 5 മിനിറ്റിൽ കറിക്കൊന്നും വെള്ളത്തിലിട്ടില്ല, കറിക്കൊന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ 5 മിനിറ്റിൽ രസം ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കി അഭിപ്രായം പറയണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം പ്ലീസ്. എല്ലാവരും വെച്ച് കഴിച്ചു നോക്കണം. 5 മിനിറ്റിൽ ദൂരെ യാത്ര ചെയ്യുന്നവർക്ക്, പോയി വന്നവർക്കെല്ലാം, പിന്നെ ഈ മഴക്കാലത്ത് തൊണ്ട അടപ്പുള്ളവർക്ക് അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ഇത് ചെല്ലുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടും. പ്ലീസ് എല്ലാവരും ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ രസം ഉണ്ടാക്കാം. എങ്ങനെയൊക്കെയോ രസം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൽ നന്നായി കഴിക്കാൻ പറ്റും. ഈ രസം നന്നായിട്ടുണ്ട്, കഴിച്ചു നോക്കണം എല്ലാവരും.